ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേഗൻ ബർത്തയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബേഗൻ ബർത്ത എന്ന് പറയുന്നത്, ബേഗൻ എന്ന് വെച്ചാൽ നമ്മുടെ എഗ് പ്ലാന്റ് ആണ്. ബർത്ത എന്ന് ഉദ്ദേശിക്കുന്നത് മാഷ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മീനിങ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബേഗൻ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് നമുക്കൊന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 സ്ലിറ്റ്സ് കൊടുക്കാം. നമുക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് വെളുത്തുള്ളി ഞാൻ 5-6 ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതേപോലെ പച്ചമുളക്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ച് എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഉപയോഗിക്കുന്നുള്ളൂ. അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉപയോഗിക്കാം. ഇതേപോലെ ചില്ലിയും ഗാർലിക്കും എല്ലാം വെച്ച് സ്റ്റഫ് ചെയ്തു. ഇനി നന്നായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് മസ്റ്റേർഡ് ഓയിലാണ്. മസ്റ്റേർഡ് ഓയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഇനി നമുക്കിത് തീയുടെ പുറത്ത് വെച്ചിട്ട് ചുട്ടെടുക്കണം, ഗ്രില്ല് ചെയ്തെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് ഒരുമാതിരി ബ്രൗൺ കളർ ആകുന്ന വരെ. നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ബേഗൻ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് നല്ല സോഫ്റ്റ് ആവണം, അതുവരെ അകത്തോട്ട് നന്നായിട്ട് കുക്ക്ഡ് ആവണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇതേപോലെ എല്ലാ സൈഡും ബ്രൗൺ ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 ടൊമാറ്റോസും കൂടെ ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോയിൽ പേപ്പറിൻ്റെ ചുറ്റിനും ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ചുറ്റിനും ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ഇത് കണ്ടാൽ ഇതേപോലെ വരും. കുറച്ചും കൂടെ ആവണം, എല്ലാ സൈഡും ഇതുപോലെ ആവണം. ഇതേപോലെ എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുക്കാം. ടൊമാറ്റോ എല്ലാ സൈഡും ആയിട്ടുണ്ട്, അതെടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് കുക്ക്ഡ് ആണോ എന്ന് അറിയാൻ പറ്റും. എടുക്കാം. എല്ലാ സൈഡും ഇതേപോലെ ചാടായി കഴിയുമ്പോൾ എടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അടച്ചു വെക്കണം. കുറച്ച് നേരം ഒന്ന് ആ ചൂട് പോകുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോയിൽ പേപ്പറിൽ വെച്ച് റാപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പാത്രം വെച്ചിട്ട് അടച്ച് കുറച്ച് നേരം വെക്കാം. കൂളായി കഴിയുമ്പോൾ നമുക്കത് ഉടച്ചെടുക്കാം. ആ വലിയ ചൂട് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കത് പൊളിച്ചെടുക്കാം. നമ്മൾ സാധാരണ അവനിൽ വെച്ച് ഉണ്ടാക്കുന്നതിലും ഒക്കെ ടേസ്റ്റ് വരുന്ന ഇതിനാണ്. ഇതിന് ശരിക്കും ഒരു സ്മോക്കി ഫ്ലേവറും കൂടെ വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ ബെറ്ററാണ്. പിന്നെ അകത്ത് വെച്ചേക്കുന്ന ചില്ലീസും ഗാർലിക്കും ഒക്കെ എടുക്കുക. അതെല്ലാം ഉടച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് തൊലി നന്നായിട്ട് പൊളിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നൈഫ് ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാം ഉടച്ചെടുക്കുക.
അപ്പോൾ നമ്മൾ ഈ മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ബേങ്കൻ മിക്സ്ചർ ഒരു ബൗളിലേക്ക് മാറ്റാം. ബേങ്കൻ ഭർത്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഞാൻ ഉപയോഗിക്കുന്ന മസ്റ്റേർഡ് ഓയിൽ തന്നെയാണ്, മസ്റ്റേർഡ് ഓയിൽ ചൂടാക്കാം. അപ്പം മസ്റ്റേർഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ഒന്ന് പുകയണം. സ്മോക്കിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് ഇടുക. അപ്പോൾ ആ സ്മെല്ല് ഒരു ബെറ്റർ ഫ്ലേവർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക ചൂടായ എണ്ണയിലേക്ക്. 1/4 ടീസ്പൂൺ അസഫോറ്റിഡ അല്ലെങ്കിൽ കായം പൊടി, ഒരു മീഡിയം സൈസിലുള്ള സവോള ഫൈൻ ചോപ്പ് ചെയ്തത്, ഒരു ടീസ്പൂൺ നമ്മൾ വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്, 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർക്കാം. ഒരു മസാല ഇല്ലാണ്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഈ മാഷ് മിക്സ്ചർ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രുചിയാണ്. കുറച്ച് മസാല ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും ഒരു കുറച്ചും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് ഉപ്പ്. നമ്മൾ ഉപയോഗിച്ച ബേങ്കൻ എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 200-250 ഗ്രാംസോളം ഉണ്ട്. ബിറ്റ്വീൻ 200 and 250 ഗ്രാംസോളമാണ് ഉപയോഗിച്ചത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം, ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കാം. ഈ സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. 2 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്യുമായിരുന്നു. ഇതിനകത്തേക്ക് നന്നായിട്ട് മല്ലിയില ഇടാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം മല്ലിയില. അപ്പോൾ ചിലർക്ക് ഒരു ഇച്ചിരി ഒന്ന് അയന്ന രീതിയിലാണ് വേണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ പുളി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇച്ചിരി പുളി വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ലാസ്റ്റ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ബേങ്കൻ ഭർത്ത ഒരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഇത് നമ്മൾ യൂഷ്വലി സെർവ് ചെയ്യുന്നത് വൈറ്റ് റൈസിൻ്റെ കൂടെ, അല്ലെങ്കിൽ ബസ്മതി അരി വെച്ചിട്ടുണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ, അല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ, അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ റോട്ടിയുടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു സ്മോക്കി ഫ്ലേവറും പിന്നെ എരിവും പുളിയും എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.